എന്ന് നിഅമത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നീ സംസാരിക്കാൻ പറ്റാത്ത ആളുകൾ, അവർ നീ ഒരു വാക്കുകൊണ്ട്, ഒരു നിമിഷം കൊണ്ട് നീ പറഞ്ഞു തീർക്കുന്ന കാര്യം എന്തെല്ലാം കൈകൾ കൊണ്ടും മുഖം കൊണ്ടും ആംഗ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് അവരത് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. എത്ര എളുപ്പത്തിലാണ് നീ ഒറ്റ വാക്കുകൊണ്ട് പറയുന്ന കാര്യം. അവരിങ്ങനെ കഷ്ടപ്പെടുകയാണ്, അവരുടെ മുഖത്ത് ഭാവങ്ങൾ മാറി മറിയുന്നു, കൈകൾ കൊണ്ട് പലതും കാണിക്കുന്നു. നീ എത്ര എളുപ്പത്തിലാണ് പറയുന്നത്. ഇതെല്ലാം നിനക്ക് നൽകിയത് നിന്റെ റബ്ബാണ്. എന്ന് നീ അവനെ ധിക്കരിക്കുക. ഈ പറഞ്ഞ അവയവങ്ങൾ കൊണ്ട്, ഈ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കുക, ഈ ചെവി കൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കുക. എത്ര മോശമായ കാര്യമാണതെന്ന് ആലോചിച്ച് നോക്കൂ. നന്മ ചെയ്തവന്റെ കൽപ്പനകൾ ധിക്കരിക്കുന്നവൻ ഏറ്റവും വൃത്തികെട്ടവനായിരിക്കും. നീ അങ്ങനെ ആവാനാണോ ആഗ്രഹിക്കുന്നത്? مشهد إحسان الله ونعمته عن معصيته حياء منه. തിന്മകളിൽ നിന്ന് അവനെ തടയാൻ അള്ളാഹുവിന്റെ ഈ അനുഗ്രഹങ്ങൾ, അത് എനിക്ക് ലഭിച്ചിട്ടും ഞാൻ അവനെ ധിക്കരിക്കുന്നല്ലോ എന്ന ലജ്ജ അവനെ തടയേണ്ടതുണ്ട്. അള്ളാഹ് ഇതൊക്കെ ചെയ്തു തന്നിട്ട് ഞാൻ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നുണ്ടല്ലോ എന്ന ചിന്ത അവനെ തടയേണ്ടതുണ്ട്. أن يكون خير الله وإنعامه نازلا إليه ومخالفاته ومعاصيه وقبائحه صاعدة إلى ربه.